തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി റോഡുകളിലെ സൈക്കിൾ ട്രാക്കുകളിൽ സൈക്കിളുകൾക്ക് പ്രവേശിക്കാൻ കഴിയുന്നില്ല. സൈക്കിൾ ട്രാക്കുകൾ കയ്യേറിയ ഇവിടങ്ങളിൽ അനധികൃത പാർക്കിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത്. പോലീസിന്റെ ബാരിക്കേഡുകൾ, നോ പാർക്കിംഗ് ബോർഡുകൾ, ഇതൊക്കെ സൈക്കിൾ ട്രാക്കുകളിൽ തന്നെയാണുള്ളത് എന്നതാണ് മറ്റൊരു കാര്യം. സംസ്ഥാനത്ത് തന്നെ മനോഹരമായ റോഡുകളിൽ ഒന്നാണ് തിരുവനന്തപുരത്ത് സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച വഴുതക്കാട് റോഡ്. ഇരുവശത്തും സൈക്കിൾ ട്രാക്ക് ഉൾപ്പെടെയാണ് ഈ റോഡ് നിർമ്മിച്ചത്. പക്ഷേ 4 മാസം പിന്നിടുമ്പോൾ ഈ സൈക്കിൾ ട്രാക്കിന്റെ അവസ്ഥ പരിതാപകരമാണ്. നാലു മാസം മുൻപാണ് തിരുവനന്തപുരം നഗരത്തിലെ വിവിധ റോഡുകൾ സ്മാർട്ട് റോഡുകളാക്കി മാറ്റിയത്. ഇതിൽ വെള്ളയമ്പലം വഴുതക്കാട് റോഡിന്റെ ഇരുവശത്തും പച്ച പെയിന്റ് അടിച്ച് സൈക്കിൾ ട്രാക്ക് ഉൾപ്പെടെയായിരുന്നു സ്മാർട്ട് റോഡുകൾ. പക്ഷേ പ്രഖ്യാപിച്ച ഈ സൈക്കിൾ ട്രാക്ക് പച്ച പെയിന്റിൽ ഒതുങ്ങി. ഇന്ന് പൂർണ്ണമായും പാർക്കിംഗ് കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു പച്ച പെയിന്റ് അടിച്ച ഈ സൈക്കിൾ ട്രാക്കുകൾ. അനധികൃത പാർക്കിങ്ങിന് നടപടിയെടുക്കേണ്ടത് പോലീസാണ്. പക്ഷേ പോലീസിന്റെ വകയുമുണ്ട് സൈക്കിൾ ട്രാക്കിലെ തടസ്സങ്ങൾ. പോലീസ് ആസ്ഥാനം ഉൾപ്പെടുന്ന റോഡായതിനാൽ പ്രതിഷേധങ്ങൾ തടയാൻ ഉപയോഗിക്കുന്ന ബാരിക്കേഡുകൾ ഇപ്പോൾ ഈ സൈക്കിൾ ട്രാക്കുകളിലാണ് സൂക്ഷിക്കുന്നത്. പാതയുടെ വീതിയും കുറവാണ്. പാതയിൽ ഒത്തിരി ഒബ്സ്റ്റക്കിൾസ് ഉണ്ട്. അതായത് വേറെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ നോ പാർക്കിംഗ് സൈൻസ് തന്നെ പാതയിൽ കാണും. പിന്നെ പാതയുടെ സൈഡിലായിട്ട് ഡ്രെയിനേജിൻ്റെ ചെറിയ സ്ലോട്ട്സ് ഉണ്ട്. എവറി ഈക്വി ഡിസ്റ്റൻ്റ് ആയിട്ട് സ്ലോട്ട്സ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് തന്നെ കൊച്ചുകുട്ടികളൊക്കെ സൈക്കിൾ റൈഡ് ചെയ്യുവാണെങ്കിൽ അതിനകത്ത് തന്നെ അതിൻ്റെ ടയർ പോയാൽ തന്നെ അവർ മറിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം കൊണ്ട് സൈക്കിൾ പാത നമ്മൾ വളരെയധികം കാത്തിരുന്ന സൈക്കിൾ പാത വന്നെങ്കിലും അതിൽ റൈഡിങ് നടക്കുന്നില്ല. ഈ സ്മാർട്ട് സിറ്റിക്കകത്ത് സൈക്കിൾ ട്രാക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ അവർ അതിനകത്ത് ഉൾപ്പെടുത്തി അങ്ങ് ചെയ്തു എന്നല്ലാതെ അവിടെ എല്ലാം കാറുകളും സ്കൂട്ടറുകളും എല്ലാം കൊണ്ട് പാർക്ക് ചെയ്യുകയാണ്. ശരിക്കും ഈ പറയുന്ന സൈക്കിൾ ട്രാക്ക് വിട്ടിട്ട് വേണം ആളുകൾ വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയും ഇതുവഴി വാഹനങ്ങൾ പോകാനുള്ള സൗകര്യങ്ങളുണ്ടാവണം. ഇതിപ്പം സൈക്കിളിന് പോകാൻ പോലും സൗകര്യമില്ലാത്ത രീതിയിലാണ് ഈ ട്രാക്ക് പണിതിരിക്കുന്നത്. പോലീസിന് പോലും ഇതെന്തിനാണ് വെച്ചിരിക്കുന്നതെന്ന് അറിയില്ല. അങ്ങനത്തെ ഒരു അവയർനെസ് ജനങ്ങൾക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾ സൈക്കിൾ സഞ്ചാരികളെ സംബന്ധിച്ചുള്ള ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാര്യം. വിവിധ സൈക്ലിംഗ് കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ കോർപ്പറേഷനും പോലീസിനുമെല്ലാം പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ നിൽക്കുന്ന ഈ സൈക്കിൾ ട്രാക്കിൽ ഇത് സൈക്കിൾ ട്രാക്കാണെന്ന് സൂചിപ്പിക്കുന്ന ഏതൊരുവിധ സിഗ്നലുകളും രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ പൊതുജനങ്ങൾക്ക് അറിവില്ലായ്മ കൊണ്ടായിരിക്കണം ഇത്തരത്തിൽ ഈ സൈക്കിൾ ട്രാക്കിനോട് ചേർത്ത് പാർക്ക് ചെയ്യുന്നത്. പക്ഷേ ഈ പോലീസിന് എന്താണ് സംഭവിക്കുന്നത്? നിയമം അറിയാമെന്നിട്ടും എന്തുകൊണ്ടാണ് ഈ രീതിയിൽ ബാരിക്കേഡുകളും നോ പാർക്കിംഗ് ബോർഡുകളും വെക്കാൻ വേണ്ടി ഈ സൈക്കിൾ ട്രാക്ക് തിരഞ്ഞെടുക്കുന്നത്? ക്യാമറാമാൻ സിറിലിനൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.